ഇസ്രായേൽ ഗാസ സംഘർഷം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം അടുക്കാറായി. യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ യുഎസിനോട് അഭ്യർത്ഥിച്ച് ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. 6 ഗാസ ബന്ദികളുടെ മരണത്തെ തുടർന്ന് നെതന്യാഹു കരാറിൽ ഒപ്പുവയ്ക്കാൻ വൈകുന്നത് സമ്മർദ്ദമായതോടെ വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ സ്തംഭിക്കുകയായിരുന്നു. ഇതോടെ ഇരുപക്ഷവും പരസ്പരം പഴിചാരുകയാണുണ്ടായത്. നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും മേൽ യഥാർത്ഥ സമ്മർദ്ദം ചെലുത്താനും ഇസ്രായേലിനോടുള്ള അന്ധമായ പക്ഷാപാതം ഉപേക്ഷിക്കാനും യുഎസിനോട് ഹമാസിന്റെ ഖത്തർ ആസ്ഥാനമായുള്ള ലീഡ് നെഗോഷിയേറ്റർ ഖലീൽ അൽ-ഹയ്യ ആഹ്വാനം ചെയ്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന് ആയുധം ലഭിക്കുന്നത് തടയാൻ ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേലിന് വേണമെന്ന നിർബന്ധമാണ് നെതന്യാഹു ചെലുത്തുന്നത്. പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങണമെന്നാവശ്യപ്പെടുന്ന ഹമാസ് നെതന്യാഹുവിന്റെ നിലപാട് കരാറിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമിടുന്നത് എന്നും ആരോപിച്ചു. മാസങ്ങൾക്ക് മുൻപ് ബൈഡൻ രൂപപ്പെടുത്തിയ ഉടമ്പടി അംഗീകരിച്ചതിനാൽ പുതിയ കരാർ അനിവാര്യമാണെന്നും ഹമാസ് പറഞ്ഞു. ഈ ആഴ്ച ഇസ്രായേലിലെ പല നഗരങ്ങളിലും നെതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതിന് ആവശ്യമായ ഇളവുകൾ നൽകാൻ നെതന്യാഹു വിസമ്മതിച്ചതായി റിപ്പോർട്ട് ചെയ്തു. വസ്തുതകളെ വളച്ചൊടിക്കാനും നുണകൾ ആവർത്തിച്ച് ലോക പൊതുജനാഭിപ്രായം തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമത്തെ അടിസ്ഥാനമാക്കിയാണ് ഇസ്രായേൽ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പ്രധാന മധ്യസ്ഥ രാജ്യമായ ഖത്തർ കുറ്റപ്പെടുത്തി. ഗാസയ്ക്കും ഈജിപ്തിനുമിടയിലെ ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന വാശിയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുന്നത് വെടിനിർത്തലിന് പ്രധാന തടസ്സമാകുന്നു. ഫിലാഡൽഫി ഉൾപ്പെടെ മുഴുവൻ ഗാസയിൽ നിന്നും പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈന്യത്തിന്റെ പരിശോധനയിൽ ഇവിടെ ഒറ്റ തുരങ്കം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പൂർണ്ണമായി സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കുന്നു. സൈനിക നീക്കം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഹമാസിന്റെ സൈനിക വക്താവ് അബൂ ഉബൈദ ബുധനാഴ്ച ഒരു വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ്. 6 ബന്ദികളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഗാസയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയതോടെയാണ് പ്രക്ഷോഭം രൂക്ഷമായത്. ഗാസയിലെ സൈനിക നീക്കം ലക്ഷ്യം കാണാതെ പതറുന്നതിനിടെ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കൊലയും അതിക്രമവും തുടരുന്നു. ഓഗസ്റ്റ് 28-ന് ആരംഭിച്ച വെസ്റ്റ് ബാങ്ക് ഓപ്പറേഷനിൽ ഇതുവരെ 40 പലസ്തീനികളെ കൊലപ്പെടുത്തി. ജനിൻ, തുൽക്കറം, തുബാസ്, ഹൈബ്രോൺ എന്നിങ്ങനെയാണ് ഒരാഴ്ചക്കിടെ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ. വ്യാഴാഴ്ച തുബാനിൽ 16-കാരൻ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തി. 16-കാരന്റെ മൃതദേഹം ബുൾഡോസർ ഉപയോഗിച്ച് നീക്കുന്നതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. സഹികെട്ട പലസ്തീനികൾ വെസ്റ്റ് ബാങ്കിലും തിരിച്ചടി ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജർമ്മനിയിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് സമീപമുള്ള നാസി കാലഘട്ടത്തിലെ മ്യൂസിയത്തിന് സമീപം സംശയാസ്പദ സാഹചര്യത്തിൽ ഒരാളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാളുടെ കൈവശം തോക്കുണ്ടായിരുന്നു. ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഗാസയിലെ വെടിനിർത്തൽ കരാറിന് യുഎസ് തയ്യാറാക്കുന്ന പദ്ധതി ഏതാനും ദിവസത്തിനകം തയ്യാറാകും. ഖത്തർ, ഈജിപ്തും യുഎസും ചേർന്ന് നേരത്തെ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് പുതിയ വ്യവസ്ഥകളോടെ കരാർ ഒരുങ്ങുന്നത്. നിലവിൽ 2 കാര്യങ്ങളിലെ തർക്കമാണ് കീറാമുട്ടി. തെക്കൻ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ സൈന്യം തുടരുമെന്ന ഇസ്രായേൽ നിലപാടിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ ജയിലിൽ നിന്നും വിട്ടയക്കേണ്ട പലസ്തീൻ തടവുകാരുടെ എണ്ണം സംബന്ധിച്ചുമാണ് തർക്കം. ഈ തർക്കം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹമാസിനൊപ്പം സൗദി അറേബ്യ അടക്കം 5 അറബ് രാജ്യങ്ങൾ യുദ്ധാനന്തരവും ഫിലാഡൽഫിയ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം തുടരാനുള്ള നീക്കത്തെ എതിർക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.